നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാനത് മറന്നിരിക്കുകയായിരുന്നു, കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. അവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? ഇല്ല. അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ 2 ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത്, എന്നെ 3 ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ. അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ്. ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ ചൂടാണല്ലോ. ആ വിളിച്ച കോളും എൻ്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചു ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞത്. എന്തിനാ അങ്ങനെ ഒരു കള്ളം? അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതകളൊക്കെ. 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ? അയാളൊരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കും. ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയി ഒരു ദിവസം. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ എന്താ. നല്ല ഓർമ്മയുണ്ട് അനീഷ്. ബിക്കോസ് എന്താ അറിയോ, ഞാൻ എടുക്കുന്ന ഒരു ജോലിയാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു. ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ 2 ദിവസം കൊണ്ട് കേട്ടാൻ പറ്റില്ല. അനീഷിനൊക്കെ ഒരുപാട് ദിവസം കിട്ടി. അനീഷ് അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി. അനുമോള് കയറി വന്നപ്പോ ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായി? ശരിക്കും അനുമോളെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതോ കളിയാക്കിയതാ? സത്യം പറ. അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞത് അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചത്. കുറച്ച് ഇന്ററാക്ട് ചെയ്തപ്പം ഒന്ന് അലിഞ്ഞു. അതെ, അലിഞ്ഞു എന്നതിനേക്കാൾ ഉപരി എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. എന്താണ് പറയാനുള്ള പറഞ്ഞു തിരിച്ച് അനീഷ് പോയിട്ട് അനുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ യു ആർ കംപ്ലീറ്റ്ലി ജെന്യുവിൻ അല്ലേ? മനസ്സറിഞ്ഞ, അല്ലാതെ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ, തീർച്ചയായിട്ടും പ്ലാനും അല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അപ്പോ അനീഷിന് എന്തുത്തര തിരിച്ചു പ്രതീക്ഷിച്ചേ? ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു. ഓക്കെ, ഞാനൊരു യെസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, യെസ് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത്? എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നുണ്ട് അതിൽ വേണ്ട